ഓക്കെ, ഈ തിയറം ടെക്സ്റ്റിലെ തിയറം 8 ആണ്. തിയറം പറയുന്നത് ഇതാണ്: ടി ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. ആസ് യൂഷ്വലി നമ്മൾ എങ്ങനെ പറയുക, ടി ഇസ് എ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഫ്രം വി ഇൻ ടു ഡബ്ല്യു. അപ്പോൾ തിയറം പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്: ടി ഈസ് നോൺ സിംഗുലർ. ടി ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ആദ്യം തന്നെ നോൺ സിംഗുലർ നമുക്കൊന്നും കൂടെ ഓർമ്മിക്കാം. എന്തായിരുന്നു നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ? സീറോ മാത്രമായിരിക്കും സീറോയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നത്. നൾ സ്പേസിൽ സീറോ മാത്രമേ ഉണ്ടാവൂ. നോൺ സിംഗുലറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തിയറം എന്ന് പറയുന്നത്, നോൺ സിംഗുലർ ആണെങ്കിൽ 1 ആയിരിക്കും, തിരിച്ച് 1 ആണെങ്കിൽ നോൺ സിംഗുലർ ആയിരിക്കും. അപ്പോൾ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നോൺ സിംഗുലർ ആണ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലേക്ക് വരേണ്ടത് അത് 1 ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ തിയറത്തിലെ സ്റ്റേറ്റ്മെൻറ്റ് ബാക്കി ഞാൻ പറയാം. ടി ഒരു നോൺ സിംഗുലർ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇതാണ് പറയുന്നത്. ടി carries each linearly independent subset of V into a linearly independent subset of W. എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വിയിലുള്ള ഏതെങ്കിലും ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് എടുക്കുക. അത് α1, α2 എക്സെട്രാ അപ് ടു α n ആണെന്ന് വിചാരിക്കുക. ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിൻ്റെ ഇമേജിൽ ഉണ്ടാകുന്ന ആൾക്കാരില്ലേ, അതായത് ടി ഓഫ് α1, ടി അല്ല നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പം ടി ഓഫ് α1 എന്ന് പറഞ്ഞാൽ ടി α1 എങ്ങോട്ടാണോ മാപ്പ് ചെയ്യുന്നത് അതാണ് ടി ഓഫ് α1. അടുത്തത് ടി ഓഫ് α2 എക്സെട്രാ അപ് ടു ടി ഓഫ് αn. ഇവർ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ടി ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്, α1, α2 എക്സെട്രാ അപ് ടു αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് അവിടെയുള്ള ഏതെങ്കിലും ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സബ്സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇമേജസ് അത് ഡബ്ല്യൂയിലുള്ള എന്തായിരിക്കും? ഒരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടി ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ക്യാരീസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ടു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ്. അതായത് ഈ ഒരു പിക്ചറാണ് നിങ്ങൾ ആ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സിനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റിലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു പിക്ചറാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. അതായത് α1, α2 എക്സെട്രാ അപ് ടു αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ആര് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും? അവരുടെ ഇമേജ് ടി ഓഫ് α1, ടി ഓഫ് α2 എക്സെട്രാ അപ് ടു ടി ഓഫ് αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഒന്ന് ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറാണ്. അപ്പോൾ ടി നോൺ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്യണം? ഈ പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ആദ്യം നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത് പ്രൂഫ്. സപ്പോസ് ടി ഈസ് നോൺ സിംഗുലർ. ടി നോൺ സിംഗുലർ ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഡെഫിനിഷൻ എന്തായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ടി നോൺ സിംഗുലർ ആണെന്ന് പറഞ്ഞാൽ ഇതാണ് ആക്ച്വലി സംഭവിക്കുക. ടി ഓഫ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ, അതായത് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് 0 ആണെങ്കിൽ ആ എലമെൻറ്റ് ഡെഫിനിറ്റ് ആയിട്ട് എന്തായിരിക്കും? അതായത് എക്സ് എന്തായിരിക്കും? അത് 0 ആയിരിക്കും. സോ ടി നോൺ സിംഗുലർ ആണെങ്കിൽ ഇതാണ് സംഭവിക്കുക. അപ്പോൾ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ സപ്പോസ് ടി ഈസ് നോൺ സിംഗുലർ, ഇനി ബ്രാക്കറ്റിൽ എഴുതുക. ദെൻ ടി എഫ് എക്സ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0. അടുത്തായിട്ട് നമ്മൾ ഈ കാര്യം പ്രൂവ് ചെയ്യാൻ പോവുക. ടി നോൺ സിംഗുലർ ആണെന്ന് അസ്യൂം ചെയ്തു. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് α1, α2 എക്സെട്രാ ടു αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ടി ഓഫ് α1, ടി ഓഫ് α2 എക്സെട്രാ ടു ടി ഓഫ് αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ എഴുതുക? ലെറ്റ് α1, α2 എക്സെട്രാ ടു αn ബി എ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ഇൻ വി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ടി ഓഫ് α1 എക്സെട്രാ ടു ടി ഓഫ് αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്നല്ലേ പ്രൂവ് ചെയ്യാനുള്ളത്. എന്തെങ്കിലും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യുക? അവരുടെ ഒരു ലീനിയർ കോമ്പിനേഷൻ 0 എന്ന് കൊടുക്കുക. അതായത് അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലെറ്റ് C1 ടി ഓഫ് α1 പ്ലസ് C2 ടി ഓഫ് α2 പ്ലസ് എക്സെട്രാ അപ് ടു Cn ടി ഓഫ് αn ഈക്വൽ ടു 0. അപ്പോൾ ഇത് നമ്മൾ അസ്യൂം ചെയ്തു. ലെറ്റ് എന്ന് പറഞ്ഞ് ഇനി നമ്മൾ എന്ത് കാണിക്കണം? C1, C2 എക്സെട്രാ അപ് ടു Cn 0 ആണെന്ന് കാണിച്ചാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യത്തെ ഇക്വേഷനായിട്ട് എഴുതുക. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ടി ലീനിയർ അല്ലേ, അപ്പോൾ നമുക്ക് ടി കോമൺ ആയിട്ട് എടുക്കാം. അപ്പം ഇംപ്ലൈസ് ആദ്യം ലെറ്റ് എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് തുടങ്ങുക. ഇംപ്ലൈസ് ടി ഓഫ് C1 α1 പ്ലസ് എക്സെട്രാ അപ് ടു Cn αn ഈക്വൽ ടു 0. ഇത് കിട്ടി. ആദ്യത്തെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി ഈ ഇക്വേഷനിൽ നോക്കാം. ഇവിടെ എന്താ എഴുതിയിട്ടുള്ളത്? ടി ഓഫ് സംതിങ് ഇസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ആൾ എന്തായിരിക്കും? അത് 0 ആയിരിക്കും. കാരണം എന്താ? ടി നോൺ സിംഗുലർ ആയതുകൊണ്ട്. ഇംപ്ലൈസ് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? C1 α1 പ്ലസ് എക്സെട്രാ Cn αn ഈക്വൽ ടു 0. അതായത് ടി ഓഫ് ഈ ആൾ 0 ആയതുകൊണ്ട് ഈ ആൾ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് വേറൊരു കാര്യം എന്താ അറിയാം? α1, α2 എക്സെട്രാ ടു αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് അല്ലേ. അപ്പോൾ അവരുടെ ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഇംപ്ലൈസ് C1 ഇസ് ഈക്വൽ ടു C2 ഇസ് ഈക്വൽ ടു എക്സെട്രാ ടു Cn ഇസ് ഈക്വൽ ടു 0. ഇവരെല്ലാവരും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവരെല്ലാവരും 0 ആണെന്ന് കിട്ടി. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് എവിടെ നിന്നായിരുന്നു? C1 ഇൻറ്റു ടി ഓഫ് α1 പ്ലസ് എക്സെട്രാ ടു Cn ഇൻറ്റു ടി ഓഫ് αn ഇസ് ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഈ കോൺസ്റ്റൻസ് എല്ലാം 0 എന്ന് കിട്ടിയാൽ ഈ ആൾക്കാരെല്ലാവരും എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അതായത് ടി ഓഫ് α1, ടി ഓഫ് α2 എക്സെട്രാ ടു ടി ഓഫ് αn ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയർ ആയതുകൊണ്ട് ഇത് തിരിച്ച് പ്രൂവ് ചെയ്യണ്ടേ? അതായത് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ഈ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സിലേക്കാണ് മാപ്പ് ചെയ്യപ്പെടുന്നത് അസ്യൂം ചെയ്യുക. സോ അത് നിങ്ങൾ എഴുതുക. ലെറ്റ് ടി മാപ്സ് ആ തിയറത്തിലുള്ള ആ കണ്ടീഷൻ ആദ്യം എഴുതുക. ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ടു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ്. അപ്പോൾ ഇത് കോൺവേഴ്സ് പാർട്ടാണ്. അങ്ങനെയാണെങ്കിൽ ടു പ്രൂവ് എന്താണ്? ടി നോൺ സിംഗുലർ ആണ്. ടി എങ്ങനെ നോൺ സിംഗുലർ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക? 0 മാത്രമാണ് അതിൻ്റെ ഇതിലുള്ളത് എന്നുള്ളത് കാണിച്ചാൽ മതി. അതിൻ്റെ അതായത് നൾ സ്പേസിൽ 0 മാത്രമേ ഉള്ളൂ എന്ന് കാണിച്ചാൽ മതി.
അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ എടുക്കുക, ലെറ്റ് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0 ഇംപ്ലൈസ് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ സിംഗിൾട്ടൺ സെറ്റ് ആൽഫ 1 എന്തായിരിക്കും? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കില്ലേ? ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നമ്മൾ ഒരു സെറ്റ്, ഒരാൾ മാത്രമുള്ള സെറ്റ് ഓൾവേസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, പ്രൊവൈഡഡ് ആ ആൾ എന്താവരുത്? 0 ആകരുത്. 0 എന്ന് പറഞ്ഞാൽ അതെന്താണ്? സിംഗിൾട്ടൺ സെറ്റ് 0 എന്ന് പറഞ്ഞാൽ അത് ലീനിയർലി ഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആൽഫ 1 ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് ആൽഫ 1 നമ്മൾ ഇത് ഇംപ്ലൈസ് സിംഗിൾട്ടൺ സെറ്റ് ടി ഓഫ് ആൽഫ 1 ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ടി ഓഫ് ആൽഫ 1 0 ആകാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താ? ടി ഓഫ് ആൽഫ 1 0 ആണെങ്കിൽ അത് ലീനിയർലി ഡിപെൻഡൻ്റ് ആയി പോയില്ലേ? അപ്പോൾ എന്ത് എഴുതുക? ഇംപ്ലൈസ് ടി ഓഫ് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ കാര്യം എന്താ? നമ്മൾ ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇംപ്ലൈസ് നമുക്ക് എന്ത് കിട്ടി? ടി ഓഫ് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എന്താ പറയുന്നത്? ആൽഫ 1 0 അല്ലെങ്കിൽ ടി ഓഫ് ആൽഫ 1 0 ആയിരിക്കില്ല. അന്നേരം തിരിച്ചപ്പോൾ നമുക്ക് എന്ത് പറയാം? സപ്പോസ് ടി ഓഫ് ആൽഫ 1 0 ആണെന്ന് വിചാരിക്കാം. അതായത് ഈ തിയറത്തിന് ടി ഓഫ് ആൽഫ 1 0 ആണെന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇത് നേരെ തിരിച്ചിട്ട് ഇപ്പം ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ടി ഓഫ് ആൽഫ 1 നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ ടി ഓഫ് ആൽഫ 1 0 ആണെങ്കിലോ ഇംപ്ലൈസ് ആൽഫ 1 0 ആകണ്ടേ? കാരണം ആൽഫ 1 ഇനി നോട്ട് ഈക്വൽ ടു 0 ആയാൽ ഇയാളും 0 ആകുമായിരുന്നു, ടി ഓഫ് ആൽഫ 1 0 ആകുമായിരുന്നു. അപ്പോൾ ടി ഓഫ് ആൽഫ 1 0 ആണെങ്കിൽ ആൽഫ 1 0 ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇപ്പോൾ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന്, അതായത് ലാസ്റ്റ് ഇനി ബ്ലാക്ക് അണ്ടർലൈൻ ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ടി എഫ് ആൽഫ 1 0 ആണെങ്കിൽ ആൽഫ 1 0 ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? അത് തന്നെയാണ് നോൺ സിംഗുലറിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് ടി ഈസ് നോൺ സിംഗുലർ. സോ ഇതാണ് തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തത് ടി ഈസ് നോൺ സിംഗുലർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ടി ക്യാരീസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ് ടു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സ്. അപ്പോൾ ടി നോൺ സിംഗുലർ ആണ് എന്ന്. അപ്പോൾ തിയറം പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കണം. നോൺ സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സിനെ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ്സിലേക്ക് മാപ്പ് ചെയ്യുന്ന പറയുന്നതിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ആൽഫ 1 എക്സെട്രാ ടു ആൽഫ n വീലൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആണെങ്കിൽ അതിൻ്റെ ഇമേജസ് ആയിട്ടുള്ള ടി എഫ് ആൽഫ 1 എക്സെട്രാ ടു ടി എഫ് ആൽഫ n ഡബ്ല്യൂയിലുള്ളൊരു ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സെറ്റ് ആയിരിക്കും. അതാണ് നമ്മൾ പ്രൂവ് ചെയ്തത്.